ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചീൻ്റെ ഒരു മനോഹരമായ ഒരു തകതിമി ഡാൻസ് ആണ് ഒരു പെർഫോമൻസ് ആണ് കളിക്കാൻ പോകുന്നത്. ഹായ് ഹലോ, എനിക്ക് സ്വരം വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഡബ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഈ സ്വരത്തിൻ്റെ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ മാസം എൻട്രി ആയിരിക്കും നമ്മുടെ അച്ഛമ്മ വരാൻ പോകുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ അനീത്തിറ പിണങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ യോയൊക്കെ കാണിച്ച് അവളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാ ഗൈസ്, നമ്മൾ പോകുന്നിടത്തോട്ടുള്ള ഒരു സീനറിയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ഈ കാട് പ്രദേശമൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ട് നമുക്ക് പേടിയൊന്നും, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ കാണുമായിരിക്കും. അത് കണ്ടില്ല ഗൈസ്. പിന്നെ ഒരു മനോഹരമായ സ്ഥലമായിരുന്നു. അതിൽ നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഒടുഞ്ചോടെന്ന് പറയും ഗൈസ്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് പാലക്കുഴിയ കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇത് കണ്ടില്ല ഗൈസ്, ഒരു പ്രകൃതിപരമായ ഒരു ഫീല്. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് തുടങ്ങി, എൻ്റെ ചേച്ചീൻ്റെ പെർഫോമൻസ് തുടങ്ങി. ഫസ്റ്റ് തന്നെ എൻ്റെ ചേച്ചി ഒന്ന് തൊഴുതു. അത് കഴിഞ്ഞതാ ഗൈസ്, നേരെ ഡാൻസ് ഫസ്റ്റ് ടേക്കാണ് കേട്ടോ, ഇനി നിറയെ ടേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഗൈസ്, ഈ വീഡിയോസൊക്കെ ഇടുന്നതിന് ഞങ്ങൾക്കാരും ഒന്നും വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും തരുന്നില്ല. അതൊന്ന് കൂടിയ കൊള്ളാമെന്നുണ്ട് ഗൈസ്, പ്ലീസ്. അത് കഴിഞ്ഞതാ ഗൈസ്, വണ്ടി വന്നെന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചി ഒളിച്ചിരിക്കുന്നു, നിങ്ങളൊന്ന് നോക്കുക. അത് കഴിഞ്ഞതാ ഗൈസ്, ഞാൻ ചുമ്മാ കോമഡിക്ക് വേണ്ടി താഴോട്ടൊന്ന് എടുത്തിട്ട് പിന്നെയും ക്യാമറ ഇത് നേരെ പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ അവിടെ കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട് ഗൈസ്. പക്ഷേ എൻ്റെ ചേച്ചിയുടെ സ്ലൈഡ് എങ്ങാണ്ട് ഊരിപ്പോയി. എന്നിട്ട് അവളത് കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് അവൾക്ക് കെട്ടാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ നേരെ അച്ചമ്മ കബഡിക്കളത്തിലൊക്കെ ഇറങ്ങുന്ന പോലെ നേരെ വന്ന് കളത്തിലിറങ്ങി അത് കുത്തി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതൊക്കെ കണ്ടതാ ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ മാമൻ അവിടെ നിരാക്ഷനായിട്ടിരിക്കുന്നു. സുമോൻ്റെ അവിടെയുണ്ട്, ഞങ്ങളുടെ വണ്ടിയാട്ടോ സുമോ. അതിൻ്റെ ഉള്ളിൽ എൻ്റെ പപ്പയുണ്ട്. മാമൻ വിചാരിച്ച് കാണും ഈ കൂട്ടം എന്നാ പഠിച്ചിട്ട് ഈ കാട്ടിലോട്ട് കരിമ്പും കാട്ടി ആന ഇറങ്ങുന്ന പോലെ ഇറങ്ങുന്നതെന്നൊക്കെ വിചാരിച്ച് കാണും ഗൈസ്. അത് കഴിഞ്ഞതാ ഗൈസ്, പിന്നെ ആ ഡാൻസിലേക്ക് തന്നെ പോയി. ഞാൻ ക്യാമറ ഒക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട്, കാരണം ഒരു വെട്ടമില്ലാത്ത പോലത്തെ ഒരു ഇത്. അത് പക്ഷെ വെട്ടമില്ലാത്ത ആളല്ല, അവിടെ ചെറുതായിട്ടൊരു മഞ്ഞ്, ആ പാലക്കുഴി മലയല്ല മഴ മൂടിക്കിടക്കുന്നു, അതുകൊണ്ടാണ്. അതാ ഗൈസ്, പിന്നെയും ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ചെരുപ്പൊക്കെ ഇടാതെ കളിക്കുന്നതുകൊണ്ട് കാലൊക്കെ പൊള്ളുന്നുണ്ട് കേട്ടോ. അത് ഗൈസ്, എല്ലാവരും മനസ്സിലാക്കി ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഇത് 2 സെക്കൻഡുള്ള നല്ല എഫേർട്ട് എടുത്താണ് ഇത് ചെയ്തത്, നിങ്ങൾ നോക്ക്. പിന്നെ അവിടെ എൻ്റെ ചേച്ചി ആദ്യം പോയപ്പോൾ തന്നെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു മുള്ളു കാലെ കയറിയായിരുന്നു. അത് കഴിഞ്ഞിതാ ഗൈസ്, പിന്നെ ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ അവിടെ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു പുല്ലൊക്കെ ഉള്ള സോഫ്റ്റ് സ്ഥലം കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിയോട് പറഞ്ഞു അവിടെ പോയി നിന്ന് കളിക്കാം, അവിടെ മുള്ളും കല്ലും ഒന്നുമില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് എൻ്റെ അനിയൻ ഓടിപ്പോയെന്ന് ആ ഗൈസ്, അവിടെ നിന്ന് കളിക്കുന്ന നിങ്ങളൊന്നും. അവൻ്റെ പുറകെ ഞാനും ഓടിച്ചെന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്കൊക്കെ അവനെ തള്ളിയിടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി ഡണ്ടൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ കാണിച്ചു പോയി. ചേച്ചി കളിക്കുന്നുണ്ട്, അനിയത്തിയും കളിക്കുകയാണ്. അത് കഴിഞ്ഞതാ ഗൈസ്, നോക്കൂ, അവൾ പിന്നെയും കളിക്കാൻ തുടങ്ങി. അവൾ സീനറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കൂ ഗൈസ്. പിന്നെ മരനിരകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പുറകിലൊരു വഴിയുണ്ട്, അവിടെ ഞങ്ങൾ ഗൈസ് ഇത് കണ്ടില്ല ഗൈസ്, ആ റോഡിലൊക്കെ നല്ല ചൂടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ അതാ ഇവിടെ നിന്ന് കളിച്ചു, അവിടെ മുള്ളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചേച്ചി കാണിക്കുന്നുണ്ട്, ദേ അവിടെ മുള്ളുണ്ട്, എൻ്റെ കാലെ കയറിയതാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതാ ഗൈസ്, നോക്കൂ, പിന്നെയും വണ്ടി വരുന്നുണ്ടെങ്ങാനും പറഞ്ഞ് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞതാ എൻ്റെ അനിയൻ ഓടി. എന്തിനാന്ന് നിങ്ങളോട് ഞാൻ പറയാം ഗൈസ്. ആദ്യം എൻ്റെ അനിയനാണ് ഇവളെ എടി കുഞ്ഞാമ്മി പൊട്ടിന്ന് വിളിച്ച് ഓടി. എൻ്റെ അനിയത്തി എന്നെ ചെയ്തു, അവൻ്റെ പുറകെ പോട്ടാന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം ഓടി. ഞാൻ കല്ല് അവൻ്റെ മേത്തെറിയില്ല, അവളെ കൊണ്ടോന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞതാ ഗൈസ്, പിന്നെയും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കൂ ഗൈസ്, എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ തൊട്ട് പുറകിലൊരു കാടാണ്, പക്ഷെ അവിടെ കാടാണ് നിറച്ച് മുല്ലപ്പൂവൊക്കെയാണ്. ഇതാ ഗൈസ്, നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, അതാണ്. പിന്നെ എൻ്റെ അനിയൻ കിടന്നുറങ്ങുന്ന പോലെ ആക്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഒരിടത്ത് ഷൂട്ടിങ്, ഒരിടത്ത് അടിപിടി. ആ ഗൈസ്, ഞാൻ ജസ്റ്റ് ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോൾ എൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും കൂടെ അടിപിടി. നോക്കൂ ഗൈസ്, പിന്നെയും
തെറ്റിയിട്ട് പിന്നെയും ഡാൻസ് കളിക്കുക. ലാസ്റ്റത്തെ സ്റ്റെപ്പ് ആയിരുന്നു കേട്ടോ തെറ്റിയത്. വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ മറന്നു പോയിട്ടോ ഗൈസ്. അത് കഴിഞ്ഞതാ ഗൈസ് എൻ്റെ അനിയൻ നോക്കൂ, ബാക്ക് ക്യാമറ വന്നാണ്ട് അവൻ പുറകിൽ കിച്ചു വീഡിയോ എടുത്ത് കറക്റ്റായി വന്നപ്പോഴേക്കും പുറകിൽ ബാക്കിൽ കിച്ചു വന്നു. അപ്പോൾ പിന്നെ അതൊന്നും കൂടി എടുക്കേണ്ടി വന്നു. അവിടെ താഴെ ഇതാ ഗൈസ് അവളുടെ കാല് പൊള്ളിയിട്ട് അവള് കാണിക്കുന്നുണ്ട്. ഇതാ കിച്ചനെ പോയി വഴക്ക് പറയാം. കൊറേ നേരം അവിടെ നിന്നാ നമ്മൾ കാലൊക്കെ പൊള്ളി. പിന്നെ അത് കഴിഞ്ഞതാ ഗൈസ് ഇപ്പൊ എൻ്റെ അമ്മയുടെ ഒരു അടിപൊളി തെയ്തുമ്മ ഡാൻസ് വരാൻ പോവാണ് ഗൈസ്. അമ്മ കിച്ചുവിനെ വഴക്ക് പറയുക, നീ പുറകിൽ പോയി നിന്നേനെ. അത് കഴിഞ്ഞതാ ഗൈസ് നോക്കൂ പിന്നെയും ഡാൻസ് കളിക്കാൻ ഒരുങ്ങാണ്. ആകെ 2 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ആ ഡാൻസിനാണ്. എത്ര നേരമാന്ന് നോക്ക്. അത് തന്നെ ഗൈസ് നോക്കൂ, നിങ്ങൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് നിന്ന് കളിക്കാതെ പ്രകൃതി ഭംഗി നോക്കി പോയതാ. പക്ഷെ അവിടെ ഇത്തിരി മഴയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി വെട്ടം ഡിമ്മായിരുന്നു. അതുകൊണ്ട് ഗൈസ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വ്യൂസ് ഒക്കെ കിട്ടാൻ നമ്മുടെ ഷോർട്സിനകത്ത് ഈ ഡാൻസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. എന്നിട്ട് പിന്നെയും കളിക്കാൻ വിചാരിച്ചു. ഈ മാമൻ വിചാരിച്ചാണ് ഇവളെ ഞാൻ സ്ഥലം മാറി കളിക്കാമെന്ന് വിചാരിച്ച് കാണും ഗൈസ്. ചെരുപ്പിടാത്തത് കൊണ്ട് കാലിൽ കല്ല് കുത്തി കയറണു, വെയിലടിക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ ഇത് എൻ്റെ അച്ഛമ്മയും എൻ്റെ അമ്മയും കൂടെ ഉടുത്തു കൊടുത്തതാണ്. നല്ല കഷ്ടപ്പെട്ടാണ് ഇത് ഉടുത്തു കൊടുത്തത്. ഇത് ഈ തല കെട്ടിയത് മാലയൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ചിലവൊന്നും വന്നില്ല. അത് ഞങ്ങളുടെ സാൻ ഫ്രാൻസിസ്കോയുടെ ഞങ്ങൾക്ക് കിട്ടിയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചേച്ചി നല്ലൊരു ഇവിടെ നിന്ന് എടുത്താലാണ് സീനറി ശരിയാവുക. പിന്നെ അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, അവിടുന്ന് ഒരു ബൈക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞ് ഓടി അവളിങ്ങോട്ട് വരുവാണ്. ഈ വേഷമൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര ചമ്മല്. അത് ഞാൻ പറയും അത് സാരമില്ല, വണ്ടി അതുവഴി പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അവളുടെ സാരിയൊക്കെ പിടിച്ച് നേരെ ഇട്ട് കൊടുക്കുക. നോക്കൂ ഗൈസ്, ഈ ഒരു വണ്ടി റോഡായതുകൊണ്ടേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ണിമോളെ കൊണ്ട് നല്ല തകതികളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടോ ഗൈസ്. എൻ്റെ ചേച്ചി നല്ലൊരു കലാകാരിയും കൂടെയാണ്. അതുകൊണ്ട് നല്ല എഫേർട്ടൊക്കെ ചെയ്താണ് ഇത് പഠിച്ചത്. 4 ദിവസം കൊണ്ടാണ് ഇത് പഠിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഭയങ്കര സ്പീഡിലൊക്കെയാണ് കേട്ടോ ഈ ഡാൻസ്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റില്ല. ഇതാ ഗൈസ് കാല് പൊള്ളി. ക്ലാസിക്കൽ പഠിച്ചിട്ടൊന്നുമില്ല, ഈ കണ്ട് ഒക്കെ പഠിച്ചത്. ഇത് കളിക്കണം നോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എടുത്ത ഇവളുടെ കൂട്ടുകാരി ഡാൻസ് കളിക്കുന്നു കണ്ടപ്പോൾ അവൾക്കും കളിക്കണം തോന്നിയത് കൊണ്ടാണ് അവളുടെ ഒരു ഫ്രണ്ട് ഈ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ക്ലാസ്. കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എൻ്റെ ചേച്ചിക്ക്. പക്ഷെ എനിക്കാകെ 2-3 ഫ്രണ്ട്സൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞതാ ഗൈസ് നേരെ ഡാൻസിലേക്ക് പോയിട്ടുണ്ട്. അവളുടെ കാല് പൊള്ളുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇരുന്ന് പൊങ്ങി വന്നപ്പോഴേക്കും ബാലൻസ് തെറ്റി. അപ്പോൾ തെറ്റിയെന്ന് പറഞ്ഞ് ഗൈസ് പിന്നെയും വന്ന് മാമ വിചാരിച്ച് കാണും ഈ ഗതികെട്ടവളെ കൊണ്ട് എന്തൊരു ഉപയോഗം എന്നൊക്കെ വിചാരിച്ച് കാണും ഗൈസ്. അത് കഴിഞ്ഞതാ എൻ്റെ അനിയൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ കലാപരിപാടികൾ പുറകെ നടക്കുന്നുണ്ട് ഗൈസ്. ഇത് നോക്കൂ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇതാണ് ഞാൻ പറഞ്ഞ കാട്. അവിടെ മുല്ലപ്പൂവൊക്കെ ഉണ്ട്. ഗൈസ് പിന്നെ എൻ്റെ അനിയത്തിയും വന്നു. നോക്കൂ ഗൈസ് ഇപ്പം കളിക്കും തെങ്ക ജുമ്മാന്ന് പറഞ്ഞാണ് കളി. ഗൈസ് എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു രസമാണ്. പക്ഷെ നാളെ ഇവിടുന്ന് പോവാണ്. 3-ാം തീയതി ഉള്ളൂ. നാളെ ഇവിടുന്ന് പോവാണ് ഗൈസ്. പിന്നെ ഞങ്ങളൊരു 15-ാം തീയതി ഒക്കെ വരും. അതുവരെ ഞാൻ അവിടെ നിന്ന് എൻ്റെ അച്ഛമ്മ എനിക്ക് അയച്ചൊക്കെ തരും. അപ്പോഴും ഞാൻ ഡബ്ബിയിലൊക്കെ പറയാം. നോക്കൂ ഗൈസ്. അത് കഴിഞ്ഞ് ഇവൾ പിന്നെയും ഡാൻസ് കളിച്ചു. അവിടെ എൻ്റെ അനിയത്തി എൻ്റെ അനിയനും ഇവിടെ ഡാൻസ്, എല്ലായിടത്തും ഡാൻസ്. അത് കണ്ട് ഭയങ്കര കോമഡി ആട്ടോ ഇതെല്ലാം. ഗൈസ് പിന്നെയും തെറ്റി. നോക്കൂ ഗൈസ്. അത് കഴിഞ്ഞ് എൻ്റെ അനിയെ ശരിയാക്കാൻ വേണ്ടി അനിയൻ നല്ലൊരു ഡിജെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. ഗൈസ് ദേഷ്യം വന്നിട്ട് തള്ളിയിട്ടുണ്ട്. തിരിച്ചും തള്ളി. ഇവരെന്നെ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു പുല്ല് നോക്കി അതിൻ്റെ പുറത്ത് നിൽക്കുക. ഗൈസ് മാമൻ അവിടെ നിന്ന് ഇപ്പോൾ ഉറങ്ങി കാണും ഗൈസ്. കുറേ നേരമായി നമ്മൾ വന്നിട്ട്. ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് പോവാന്ന് വിചാരിച്ചപ്പോഴേക്കും എല്ലാം എടുത്ത് റെഡിയായി പോവാൻ നിന്നപ്പോഴേക്കും ഗൈസ് എൻ്റെ അനിയത്തി അനിയനും കൂടെ കാട്ടിൽ കയറിയതാണ്. പക്ഷെ എൻ്റെ അനിയത്തി എന്നെ അവിടെ വീണു കിടന്ന് കരയുമായിരുന്നു ഗൈസ്. അവരങ്ങോട്ട് കയറിപ്പോയി. അവിടെ മുല്ലപ്പൂ ഒക്കെ ഉണ്ട്, അതൊക്കെ പറിക്കാനാന്നും പറഞ്ഞ് അവരെല്ലാം കൂടെ അതിന് മുകളിൽ. പക്ഷെ എൻ്റെ അനിയൻ എന്ത് ചെയ്ത് പാമ്പെന്ന് പറഞ്ഞപ്പോൾ ഇവൾ ഓടാൻ നോക്കിയത് അവൾ അവിടെ വീണു.
എന്നിട്ട് ഗൈസ് ഈ കരയുന്ന കാഴ്ചയാണ്. എല്ലാം കഴിഞ്ഞ് പോവാണ്. പോകുമ്പോഴേ ഇവള് സാരിയൊക്കെ ഉടുത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് നാണക്കേടാന്നാണ് പറഞ്ഞത്. വേണ്ടിയിട്ട് ഇവൾക്ക് നാണക്കേടാന്നാണ് ഗൈസ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കസിൻ്റെ വീട്ടിൽ കയറാനുണ്ടായിരുന്നു. ഗൈസ് അത് കഴിഞ്ഞ് അവൾക്ക് ഞങ്ങൾ അവിടുന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ പോവുകയാണ്. ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അതൊരു മടിയും ചെയ്യാതെ കമൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.